നമസ്കാരം 140 ന്യൂസിലേക്ക് സ്വാഗതം. വാഹന രൂപമാറ്റത്തിൽ നടപടി ഘടിപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ്. വാഹന മോഡിഫിക്കേഷനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇതിന്റെ ഭാഗമായി മോഡിഫിക്കേഷൻ പരിശോധിച്ച് പിഴ ഈടാക്കാൻ ഗതാഗത കമ്മീഷണർ നിർദ്ദേശം നൽകി. വാഹനത്തിൽ എത്ര മോഡിഫിക്കേഷൻ നൽകിയിട്ടുണ്ടോ അത്രയും പിഴ ഈടാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, മോഡിഫിക്കേഷൻ മാറ്റി യഥാർത്ഥ രീതിയിലേക്ക് മാറ്റി എന്നുറപ്പിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ എത്ര വാഹനങ്ങൾ പരിശോധിച്ചു, എത്ര തുക ഈടാക്കിയെന്നത് സെപ്റ്റംബർ 3-ാം തീയതിക്കുള്ളിൽ എല്ലാ RTOമാരും റിപ്പോർട്ട് നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ ഓൾട്ടറേഷനും നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ആവശ്യമായ പിഴ ചുമത്തണം. അനധികൃത ഓൾട്ടറേഷൻ നീക്കം ചെയ്യുന്നതിനും അതിനുശേഷം വാഹന പരിശോധനയ്ക്ക് ഹാജരാക്കുന്നതിനും വാഹന ഉടമയ്ക്ക് നിർദ്ദേശം നൽകണമെന്നും പറയുന്നു. ഒരു വാഹനത്തിൽ നടത്തുന്ന അനധികൃത രൂപമാറ്റം ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. അടൂരിൽ രക്ഷാപ്രവർത്തനത്തിന് പോയ ജീപ്പിൽ 6 മോഡിഫിക്കേഷൻ ഉണ്ടായിട്ടും ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിവിധ നിറത്തിലുള്ള LED ഉൾപ്പെടെ തീവ്രപ്രകാശമുള്ള ലൈറ്റുകൾ, റെഡ് ബ്ലൂ സ്ട്രോബ് ലൈറ്റുകൾ, അനധികൃത സൈറൺ, വീൽ സ്പേസറുകൾ തുടങ്ങിയ നിയമലംഘനങ്ങളിൽ നടപടി വേണം. എതിർദിശയിൽ നിന്ന് തീവ്രപ്രകാശം അടിച്ചാൽ ഡ്രൈവർമാരുടെ കാഴ്ച തെറ്റി വാഹനം അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. വാഹനത്തിന്റെ ബോഡിക്ക് പുറത്തേക്ക് ചക്രം തള്ളി നിൽക്കുന്ന തരത്തിൽ വീൽ സ്പേസറുകളും വീതിയേറിയ ടയറുകളും ഉപയോഗിച്ചാൽ വഴിയാത്രക്കാരുടെ മേൽ ചെളിയും വെള്ളവും തെറിക്കും. കാൽനട യാത്രക്കാർക്കും സൈക്കിൾ, ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഇത് അപകടമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി.